ഹലോ, അസ്സാം വലൈക്കും. ഇന്നൊരു പറ്റിക്കൽ സ്പീൻ കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് കറി ഉണ്ടാക്കാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പം ഇങ്ങനെ ഒരു 5-6 കുഞ്ഞൻ മത്തിയാണ്. അള്ളാ, ഇതിൻ്റെ തലയും വാലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കാണും എന്നാലോചിച്ച്. അപ്പോൾ എൻ്റെ ബുദ്ധിയിൽ ഉദിച്ചാണ് ഇങ്ങനൊരു മീൻ കറി ഉണ്ടാക്കിയാലോ എന്ന്. ഇത് മീൻ കൂടുതലുള്ളപ്പോൾ ഒരു പുളിങ്കറി ഉണ്ടാക്കും, അത് വേറെ നല്ല അടിപൊളിയാണ്, വെള്ളം പോലെ ഇരിക്കും ആ കറി കൂട്ടാൻ. പക്ഷേ എൻ്റെ ബുദ്ധിയിൽ ഉദിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു മൺപാത്രം അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് അതിലേക്ക് 3-4 ഉണക്കമുളക് 2ആയി മുറിച്ചിട്ട് കൊടുത്ത് അതിലേക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് 10-15 കൊച്ചുള്ളി, മീനേക്കാളും മുൻപന്തിയിലിരിക്കട്ടെ, അത് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരിടത്തരം തക്കാളിക്ക് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ പകുതി പച്ചമുളകേ ഉള്ളായിരുന്നു, അപ്പോൾ ഞാൻ ആ പച്ചമുളക് കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് കൂടി ചേർത്ത് 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയാണ് മെയിൻ താരം ഇതിലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് വേണമെങ്കിൽ കുറയ്ക്കാം. ഇതിൻ്റെ കുരുമുളക് പൊടി ഇത്രയും ചേർക്കണമെന്നില്ല. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇതിവിടെ വറുത്ത് പൊടിച്ചതാണ്. ഇതിൽ കറിവേപ്പിലയും ഉലുവായും ചേർത്താണ് വറുത്തത്. എന്നിട്ട് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുത്ത്. ഇനി ഇതിലേക്ക് നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ പുളി പിഴിഞ്ഞെടുത്തത്. പക്ഷേ പുളി അളവ് എത്രയെന്ന് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ പിഴിഞ്ഞ് കഴിഞ്ഞാണ് അത് ഓർത്തത്. ഇത് ചൂടുവെള്ളത്തിലാണ് ഞാൻ പിഴിഞ്ഞെടുത്തത്. തക്കാളിക്കയുടെ പുളിപ്പുള്ളതാണ് ഞാൻ കുറച്ച് പുളി എടുത്തത്. അതിൻ്റെ അവശിഷ്ടം ഞാൻ കാണിച്ചു തരാം. ഇവിടെ കൊതിനോ എന്നൊക്കെയാണ് പറയുന്നത്, തക്കാളിയുടെ പുളിയുടെ കൊതിനം. വേണ്ട, ഇതാണ് പുഴിഞ്ഞുള്ള സാധനം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കാം. ആദ്യം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്തത്. ഇനി 1/4 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ആവശ്യത്തിനിട്ട് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ, ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ മീനിടാവൂ. എന്നാലാണ് ടേസ്റ്റ് വരത്തുള്ളൂ. എൻ്റെ ഉമ്മ പറയും പണ്ട്, മീൻ അരപ്പ് തിളച്ച് കഴിഞ്ഞ് മാത്രമേ മീനിടാവുന്നു. അതിനെ അടച്ച് വേണം കറി വേവിക്കേണ്ടതും, അല്ലെങ്കിൽ അതിൻ്റെ മണമേ ടേസ്റ്റൊക്കെ പോകുമെന്ന് പറയും ഉമ്മ. പിന്നെ അന്നുള്ള മീനിൻ്റെ ടേസ്റ്റൊന്നും ഇപ്പോഴത്തെ മീനില്ല. അന്നൊക്കെ എന്ത് നല്ല മീനുകൾ കിട്ടുമായിരുന്നു. കഴിച്ചാലും തീരത്തില്ല, കൊതി തീരത്തില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മത്തി ഇട്ട് കൊടുക്കാം. 6 മത്തിയേ ഉള്ളൂ കേട്ടോ. അതിട്ട് കൊടുക്കണം, കുഞ്ഞമത്തി ഇട്ട് കൊടുത്ത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. അടപ്പടച്ച് വേണം ഇത് വേവിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കണം. കറി വറ്റിച്ചെടുക്കണം. ഇപ്പം തന്നെ നല്ല മണം വരുന്നു, കുരുമുളകിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഇതുണ്ടല്ലോ, ചോറിലോട്ടൊക്കെ ഞെരടി അങ്ങോട്ട് കഴിച്ചാൽ എന്ത് ടേസ്റ്റെന്നറിയാമോ? കപ്പയിൽ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളിയും തക്കാളിക്കായി ഉണക്കമുളകും എല്ലാം കൂടെ അടിപൊളി ടേസ്റ്റാണ്. ഇതേ കണ്ടോ, നോക്കിക്കണം. ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോൾ കറിയുടെ ഇത് കണ്ടോ, നല്ല മണം, സൂപ്പറാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അഭിപ്രായം അറിയിക്കണേ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. സത്യം പറഞ്ഞാൽ നല്ല സൂപ്പർ കറി. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും
നന്ദി, നമസ്കാരം, താങ്ക് യു.